ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഓട്സും നേന്ത്രപ്പഴവും വെച്ചിട്ടൊരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ആദ്യം തന്നെ ചൂടായ ചട്ടിയിലേക്ക് 1.5 കപ്പ് ഓട്സ് ഞാനൊന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഓട്സിൻ്റെ കളർ ഒന്ന് ചേഞ്ചായി വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. ഓട്സ് നന്നായി ചൂടാറി കഴിഞ്ഞാൽ മിക്സിൻ്റെ ജാറിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. കൂടെ കുറച്ച് നിലക്കടല റോസ്റ്റ് ചെയ്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി പൊടിച്ചെടുക്കാം. നല്ലോണം ഒന്ന് സ്മൂത്തായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. അപ്പോൾ ഈ പൊടിച്ചെടുത്ത ഓട്സ് ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി കുറച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ലേശം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഉരുക്കിയെടുക്കുന്നുണ്ട്. കൂടെ 3 ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മിക്സിൻ്റെ ജാറിലേക്ക് ഒരു നേന്ത്രപ്പഴം കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉരുക്കി വെച്ച ശർക്കര ഒരു അരിപ്പ വെച്ച് അരിച്ചൊഴിച്ച് കൊടുക്കാം. 3 ഏലക്ക ഞാൻ ശർക്കരൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കരപ്പാനി ചൂടാറിയ ശേഷം മാത്രം മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇനി അരച്ചെടുത്ത ഈ ഒരു മിക്സ് നമ്മൾ പൊടിച്ച് വെച്ച ഓട്സിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചായി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കട്ടകളൊന്നും ഇല്ലാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അരച്ചെടുത്ത് ഈ ഒരു മിക്സ് ചേർത്തിട്ട് മാവ് കട്ടിയായി വരികയാണെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചായി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് എടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിൽ മുഴുവനും ചേർത്ത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഇതൊന്ന് കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തിക്കായി വരികയാണെന്നുണ്ടെങ്കിൽ ലേശം ഒന്ന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മാവ് മിക്സ് ചെയ്തെടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ ഗോതമ്പ് പൊടി ചേർത്തെടുക്കാം. അതിനുശേഷം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി 15 മിനിറ്റ് വയ്ക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ഞാൻ ലേശം ബേക്കിംഗ് സോഡ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മാവൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ചുട്ടെടുക്കുക. അപ്പോൾ അതിനായിട്ട് കുഴിയപ്പ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ നന്നായി ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഓരോ സ്പൂൺ മാവായിട്ട് ഓരോ കുഴിയിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാത്തിലും മാവ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിം ഇട്ട് കൊടുത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് വെന്ത് വരുള്ളൂ. ഇനി ഒരു സൈഡ് നന്നായി വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിത് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് 2 സൈഡും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇനി നമുക്കിത് എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ള മാവ് ഞാൻ ഇതുപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പുറം ഭാഗം നല്ല മൊരിഞ്ഞിട്ടാണെങ്കിലും ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഓട്സും പഴവും വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഐറ്റമാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള പുതിയ വെറൈറ്റി വീഡിയോസ് പിന്നെ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.